വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം ഫെബ്രുവരി 13, 2024 റൗണ്ടപ്പിന് പോയ പോലീസുകാരുടെ വാക്കി ടോക്കിൽ ഒരു മെസ്സേജ് വരികയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഡെഡ് ബോഡി ഉണ്ട് എന്നായിരുന്നു. അവിടെ പോലീസുകാർ എത്തി നോക്കുമ്പോൾ തന്നെ ധാരാളം ജനങ്ങൾ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ബോഡി മാറ്റി. അവിടെ നിന്ന് പോലീസുകാർക്ക് ഇവൻ്റെ ID കാർഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ പേര് ഗൗരവ്, 22 വയസ്സാണ് പ്രായം. MBAക്ക് ശ്രീ ശങ്കരാചാര്യ കോളേജിൽ പഠിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്നും അന്ന് പോലീസുകാർക്ക് ലഭിച്ചതിന് ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇവൻ്റെ വീട്ടുകാരെ വിളിച്ച് അറിയിക്കുകയാണ്. വീട്ടുകാരെ വിളിച്ച് അറിയിച്ചതിന് ശേഷം വീട്ടുകാർ വന്ന് നോക്കുകയും പിന്നീട് പോലീസുകാർ ഇവൻ്റെ വീട്ടുകാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. വീട്ടുകാരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം വിട്ടയക്കുകയാണ്. വീട്ടുകാരൻ പറഞ്ഞത് ഇവൻ സൂയിസൈഡ് ചെയ്യാനായിരിക്കും ചാൻസ് ഏറെ എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇവനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് തന്നെ വീഡിയോ വളരെയധികം വലിയ രീതിയിൽ പബ്ലിക്കായിട്ട് നല്ല രീതിയിൽ റീച്ച് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. പിന്നീട് ഈ വീഡിയോ പോലീസുകാരുടെ കയ്യിൽ ലഭിക്കുകയാണ്. ഇവൻ ശ്രീ ശങ്കരാചാര്യ കോളേജിൽ ആദ്യമായി ഡിഗ്രിക്ക് ചേർന്ന ടൈമിന് ഇവൻക്കും എല്ലാവരെയും പോലെ തന്നെ പ്രേമിക്കണം, അതുപോലെ തന്നെ സ്നേഹിച്ച് നടക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹുമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവൻ കണ്ടുമുട്ടുകയും പിന്നീട് ഹുമ എന്ന് പറയുന്ന ഇവിടെ ഇവൻ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് രണ്ടാമത്തെ വർഷത്തിലോട്ട് ഇവർ രണ്ടുപേരും കടന്നു. രണ്ടാമത്തെ വർഷത്തിലോട്ട് കടന്നത് കൊണ്ട് തന്നെ ഈ ഹുമയുടെ ഫോണും കാര്യങ്ങളൊക്കെ ഇവൻ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവൻ ബ്രൗസർ ഫീൽഡ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് ഇവനക്കൊരു കാര്യം മനസ്സിലായത്, ഇവളെ വളരെയധികം വലിയ രീതിയിൽ പോൺ വീഡിയോസ് കാണുന്ന ഒരാളാണ് എന്ന്. ഇതിനെക്കുറിച്ച് അവളോട് ചോദിക്കാൻ തുടങ്ങിയാണ്. ഇതങ്ങനെ കാണാൻ പാടില്ല, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതിലോട്ട് അധികമായി ഇത് കാണുകയാണെങ്കിൽ അഡിക്ഷൻ ആകുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഇവൾ അങ്ങനെ തന്നെ ആയിരുന്നില്ല. ഇവൾ ഇതിനോട് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവക്ക് ഈ വീഡിയോയിലുള്ളതുപോലെ തന്നെ ചെയ്യണം, അതുപോലെ തന്നെ ഇവനുമായിട്ട് ഒരിക്കലും തൃപ്തിപ്പെട്ട് നിൽക്കാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു ഇവൾ മുഴുവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഗൗരവ് ഒരു ദിവസം സിനിമക്ക് പോവുകയാണ്. സിനിമക്ക് പോയപ്പോൾ അവിടെ ഇവൾ വേറെ ആരുടെയോ കൂടെ വന്നിട്ട് അവിടെ നിന്നും അവനുമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് ഇവൻ കണ്ടു. തിയേറ്ററിൻ്റെ ഒരു മൂലക്ക് കിടന്ന് നിന്നും അവളെ കൈപിടിക്കുക, അതുപോലെ തന്നെ വേണ്ടാധീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഗൗരവ് കാണുകയാണ്. പിറ്റേ ദിവസം ഉമ്മയെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവൻ ചോദിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും വലിയ രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയി. അന്നേ ടൈമിലായിരുന്നു ഈ ഗൗരവ് ആദ്യമായിട്ട് ഉമ്മയെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചത്. ഇവൾ ഇതിനെ വളരെയധികം വലിയ രീതിയിൽ അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗൗരവിന് വാക്കു കൊടുക്കുകയാണ്. ഗൗരവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് അവൾ വലിയ രീതിയിലൊരു അഡ്വാൻറ്റേജായി എടുക്കുകയാണ്. ഞാൻ ഇനിയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗരവ് അതെന്നെ ക്ഷമിക്കും, അതിനുശേഷം അവൻ എന്നെ വീണ്ടും എന്നോട് സൗഹൃദത്തിൽ വരും എന്ന രീതിയിലായിരുന്നു അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡിഗ്രി വർഷം 3-ാം വർഷം കഴിഞ്ഞു. പിന്നീട് ഇവൾ ധാരാളം ആളുകളുമായിട്ട് പല സ്ഥലത്തോട്ട് പോവുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ MBAക്ക് ഇവനിക്ക് ശ്രീ ശങ്കരാചാര്യ കോളേജിൽ തന്നെ അവിടെ തന്നെ ഇവനിക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. ഇവക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടായിരുന്നു കരുതിയത്. അവൾ വേറെ കോളേജിലോട്ട് MBAക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ഇവൻ ഈ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് തന്നെ ഇവൻ്റെ സുഹൃത്തുക്കളുമായി തന്നെ ഇവൻ വീണ്ടും തിയേറ്ററിലോട്ട് പോകുമ്പോഴാണ് ഇവൾ 2-3 ആളുകളോട് കൂടി ചെയ്ത് വന്നിട്ട് തിയേറ്ററിൽ നിന്നും ഇതേപോലത്തെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നത് കാണുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് ഇവളെ ചോദിക്കുകയും പിന്നീട് രണ്ടുപേരും തെറ്റി പോവുകയും ചെയ്തു. ഇവൾ വേറെ കോളേജിൽ പോയപ്പോൾ അവിടെ നിന്ന് 2-3 സുഹൃത്തുക്കളെ കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് പ്രേമിച്ച് കളിക്കാനൊന്നും എനിക്കിഷ്ടമില്ല, ഇങ്ങനെ സെക്ഷലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെല്ലാവരും ഓക്കെ ഞങ്ങൾക്കും ഇതിന് താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ റൂമിൽ പോകും, അതുപോലെ തന്നെ സെക്ഷലായിട്ട് ബിഹേവും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ വീണ്ടും തിയേറ്ററിലെല്ലാം പോകുമ്പോൾ കണ്ടു. ഇവളുമായി അടിയെല്ലായിട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും തെറ്റുകയാണ്. പിന്നീടും ഗൗരവ് ഇവളെ വൈത്താലെ പോകുന്നുണ്ട്. ഉമ്മയുടെ വൈത്താലെ പോയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഓക്കെയായതിനു ശേഷം പിന്നെ ഇതേപോലെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും വർത്താനം പറഞ്ഞ് വളരെയധികം വഷളാകുകയാണ്. അതിൻ്റെ ശേഷം ഇവൻ ഗൗരവ് ഈ ഹുമയുടെ മോന്തൊക്കൊന്ന് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ണിൻ്റെ മുകൾ വശത്തായിട്ട് അവളുടെ മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വീട്ടുകാരെ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഗൗരവ് എന്ന് പറയുന്ന ഒരുത്തരുമായ റിലേഷൻഷിപ്പിലായിരുന്നു. അതായത് എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയ അതേ സമയത്തുണ്ടായ ചെറിയ വഴക്ക് കാരണമാണ് ഈ മുറിവ് പറ്റിയത് എന്ന് പറയുകയാണ്.
പിന്നീട് കുറച്ച് ദിവസങ്ങളോളം കഴിഞ്ഞെങ്കിലും പിന്നീടും ഗൗരവിൻ്റെ ഈ മനസ്സുകൊണ്ട് തന്നെ ഹുമയുടെ അടുത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യിക്കുകയാണ്. സോൾവ് ചെയ്തതിന് ശേഷം പിന്നീട് രണ്ടുപേരും കറങ്ങാൻ പോവുകയാണ്. ഈ കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാർ ഇവർ രണ്ടുപേരും കറങ്ങാൻ പോവുകയാണ്. അതിനുശേഷം പെട്രോൾ പമ്പ് കയറിയതിന് ശേഷം എണ്ണ അടിക്കുകയാണ് വണ്ടിക്ക് എണ്ണ അടിക്കുമ്പോൾ വീട്ടുകാർ ഇവരെ കണ്ടു. അതിനുശേഷം ഇവളോടുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചപ്പോൾ ഇവൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാണ്. ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഉള്ള സ്ഥലത്ത് മുഴുവൻ എന്നെ കൊണ്ടുപോകുന്നത്. ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അവനെ ഇഷ്ടമാണ് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉമ്മയുടെ സഹോദരിയുടെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചതിന് ശേഷം ബോയ്ഫ്രണ്ടും അതുപോലെ തന്നെ ഹുമയുടെ സഹോദരിയും കൂടിയിട്ട് ഇവർ 3 പേരും പോയിട്ട് ഇവനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ഒരു സ്ഥലത്തോട്ട് ഹുമ ഇവനെ വിളിക്കുകയാണ്. ഗൗരവനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവർ 3 പേരും വന്നതിന് ശേഷം അവിടെ വെച്ച് ഇവനെ ഭീഷണിപ്പെടുത്തിയാണ്. നിനക്കെതിരെ പീഡന കേസ് കൊടുക്കും, അതുപോലെ തന്നെ നീ ഇനി ഇവളെ വൈത്താരം നടക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഹുമയും അതുപോലെ തന്നെ ഹുമയുടെ സഹോദരിയും ബോയ്ഫ്രണ്ടും കൂടി ഇവൻ്റെ മുമ്പിലോട്ട് വെക്കുകയാണ്. നീ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ബലാത്സംഗ കേസ് കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ നാണക്കേടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ ചിന്തിക്കാൻ റൂം കടന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഫെബ്രുവരി 13 ഇവനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഹുമ എന്ന് പറയുന്ന ഇവൾ വളരെയധികം സെക്ഷൽ അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ അവളെ ഫോണും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഹുമ എന്ന് പറയുന്ന ഇവൾ കൊണ്ടുപോയിട്ട് പീഡന കേസ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മാനവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മാനം മുഴുവനും ഇല്ലാതെയാകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നായിരുന്നു ആ വീഡിയോയിൽ മുഴുവനും ഉണ്ടായിരുന്നത്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.